ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച്. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്നാണ് ചോദ്യം. അതിൽ ഓൺലി എനർജി ട്രാൻസ്ഫർ ആണോ, അതല്ല ഓൺലി മാസ് ട്രാൻസ്ഫർ ആണോ, ബോത്ത് മാസ് ആൻഡ് എനർജി ആണോ എന്നുള്ളതാണ്. അപ്പോ നമുക്ക് നോക്കാം. In thermodynamics, a system is a defined region in space. Thermodynamics സിസ്റ്റം എന്ന് പറയുന്നത് ഒബ്സർവർ ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ്. Based on interaction with the surroundings, systems are classified as under. ഒന്നാമത്തേത് ഓപ്പൺ സിസ്റ്റം, രണ്ടാമത്തേത് ക്ലോസ്ഡ് സിസ്റ്റം, മൂന്നാമത്തേത് ഐസൊലേറ്റഡ് സിസ്റ്റം. നമുക്ക് നോക്കാം. ഓപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വേർ ബോത്ത് മാസ് ആൻഡ് എനർജി ക്യാൻ എൻറ്റർ ഓർ ലീവ് ദ സിസ്റ്റം. സിസ്റ്റം ബൗണ്ടറിയിൽ നിന്ന് മാസ് അല്ലെങ്കിൽ എനർജി എൻറ്റർ ചെയ്യോ അല്ലെങ്കിൽ ലീവ് ചെയ്യോ ചെയ്യുന്ന കേസാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഓപ്പൺ സിസ്റ്റംസ് വരുന്നത് പമ്പ്സ്, ടർബൈൻസ്, കംപ്രസർ. ഇതിലെല്ലാം തന്നെ എന്താണ്? മാസും എനർജിയും സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഇതെല്ലാം എന്താണ്? ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ മാസ് എന്ന് പറയും. വേർ ദർ ഈസ് നോ മാസ് ട്രാൻസ്ഫർ ബട്ട് എനർജി ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ വർക്ക് ഈസ് ക്രോസിംഗ് ദ ബൗണ്ടറി. ഓക്കെ, മാസ് ട്രാൻസ്ഫർ ഇല്ല, പക്ഷെ എനർജി ട്രാൻസ്ഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ വരുന്നത് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ എന്താണ്? there is no mass transfer but energy in the form of heat or work can be crossing the boundary. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ദ വൺ ഇൻ വിച്ച് there is neither mass nor energy transfer. എനർജി ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മാസ് ട്രാൻസ്ഫറോ ഇല്ലാത്ത ടൈപ്പ് സിസ്റ്റംസിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് തെർമോസ് ഫ്ലാസ്ക് അല്ലെ, നമ്മൾ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന തെർമോ ഫ്ലാസ്ക് എന്താണ്? പെർഫെക്റ്റ് കേസിൽ നമ്മൾ തെർമോസ് ഫ്ലാസ്കിനെ ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ചോദ്യം ഇതാണ്, ഓപ്പൺ സിസ്റ്റം ഈസ് വൺ വിച്ച്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന താഴെ പറയുന്നതിൽ എന്താണ് നമുക്ക് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, വേർ ബോത്ത് എനർജി ആൻഡ് മാസ് ട്രാൻസ്ഫർ ഈസ് ദർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, properties which are independent of the mass in the system are known as. Okay, independent system where properties which are independent of the mass of the system, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്റ്റെൻസീവ് ആണോ ഇന്റൻസീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. In thermodynamics, properties are the measurable characteristics of a system that describe its state. ഒരു സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. ഓക്കെ, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ വെദർ ദേ ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. മാസിനെ ഡിപ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ ചെയ്യില്ലോ എന്നനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും രണ്ടാമത്തേത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസും. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ദേ ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് മാസ്, വോളിയം, ടോട്ടൽ എനർജി. ഇതെല്ലാം നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ സിസ്റ്റം. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദ സിസ്റ്റം. മാസ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇന്റൻസീവ്, ഇൻഡിപെൻഡന്റ് അത്ര ഓർത്ത് വെച്ചാൽ മതി. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി. ഇതെല്ലാം നമുക്ക് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആയിട്ട് വരും. അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഇൻ ദ സിസ്റ്റം ആർ നോൺ ആസ് എന്താണ്? ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സീരീസ് ഓഫ് സ്റ്റേറ്റ് ചേഞ്ചസ് such that the final state is identical with the initial state is known as. അതായത്
ഒരുപാട് സ്റ്റേറ്റ് ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? സച്ച് ദാറ്റ് ഫൈനൽ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും ഐഡന്റിറ്റി ആയിട്ട് വരുന്ന കേസ് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. In thermodynamics, the path of the change of state is known as a process. ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? It is actually path of the change of state. System is undergoing a change of state from state 1 to state 2. അപ്പൊ നമ്മൾ എന്ത് പറയും? 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. ഇനി 2ൽ നിന്ന് 3ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നതെങ്കിലോ 2 to 3 ഈസ് എ പ്രോസസ്. അപ്പോ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്സ്, ഒരു പ്രോസസ്സിൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. Okay, when a system undergoes a series of state changes, that is known as a process, and finally return to its original state, it is said to undergo a cycle. So നമ്മൾ നോക്കും, ഇവിടെ സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2 and സ്റ്റേറ്റ് 2 to സ്റ്റേറ്റ് 3 and സ്റ്റേറ്റ് 3 to സ്റ്റേറ്റ് 4. അപ്പൊ ഇതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവാണ്. ഇതേ സമയം സ്റ്റേറ്റ് 4ൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് സിസ്റ്റം സ്റ്റേറ്റ് ചേഞ്ച് വരുന്നെങ്കിലോ എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതും എന്താണ്? 1 ആണ്. സോ സിസ്റ്റം ആഫ്റ്റർ ട്രാവലിംഗ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് ബ്രോട്ട് ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. A thermodynamic cycle is a sequence of processes in which the final state is equal to the initial state. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്ത്? Thermodynamic cycle, a series of state changes such that the final state is identical with the initial state is known as option A, thermodynamic cycle. It is the correct answer. Next question. First law of thermodynamics is a formulation of, എന്താണ് ഫസ്റ്റ് ലോയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഓൺലി കൺവെർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനല്ലാതെ എനർജിയെ നമുക്ക് നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനോ സാധിക്കില്ല. അതാണ് ഫസ്റ്റ് ലോയുടെ വളരെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുകയാണെന്നുണ്ടെങ്കിൽ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. Q എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, W എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് വർക്ക് ട്രാൻസ്ഫർ, ഡെൽറ്റ യു എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് എനർജി. ദിസ് ഷോസ് ദാറ്റ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് ഡു വർക്ക്. അതാണ് എനർജി ബാലൻസ്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ രണ്ടായിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നത്. ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ടും രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത്. സോ എന്താണ്? ടോട്ടൽ എനർജി അറ്റ് ദ ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ദ എക്സിറ്റ്. സോ ഇറ്റ് ഫോളോസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഫസ്റ്റ് ലോ എന്തിന്റെ ഫോർമുലേഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിന് നമ്മൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എഫക്ട് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. When a process occurs at constant volume, constant വോളിയത്തിന് നമ്മൾ പറയുന്ന പേര് ഐസോകോറിക് പ്രോസസ് ആണ്. The system does not expand or compress, hence no boundary work is done. അതായത് ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ എന്താണ്? സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബൗണ്ടറി വർക്ക് 0 ആണ്. അപ്പോ നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ? Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു അല്ലെ? Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ ഓഫ് PdV, where dV is the change in volume. അപ്പോ കോൺസ്റ്റന്റ് വോളിയം സിസ്റ്റത്തിൽ എന്താണ്? dV എന്തായിരിക്കും? ബട്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം dV വിൽ ബി ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് വർക്ക് ഈസ് ഈക്വൽ ടു 0. വർക്ക് 0 ആയിരിക്കും. കാരണം ചേഞ്ച് ഓഫ് വോളിയം എന്തില്ല? ചേഞ്ച് ഓഫ് വോളിയം ഇല്ല, അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഈ ഇക്വേഷനിൽ നമ്മൾ W0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q
U is equal to delta U. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഇന്റേണൽ എനർജിയിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ്. So for a constant volume process, heat transferred will be completely used for increasing internal energy of the system. Option B is the correct answer. Increases internal energy of the system. Next question. Specific enthalpy is. Specific enthalpy എന്താണ്, ഏത് ടൈപ്പ് പ്രോപ്പർട്ടി ആണ് എന്നാണ് ചോദ്യം. നമ്മൾ ആൾറെഡി ഇന്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എല്ലാം 1-2 ക്വസ്റ്റ്യൻസ് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ സ്പെസിഫിക് എൻതാൽപ്പി എന്താണെന്നുള്ളത് ആദ്യം അറിയണം. എന്താണ് സ്പെസിഫിക്? എല്ലാ കേസിലും സ്പെസിഫിക് എന്ന് വരുമ്പോൾ ഒരു മീനിങ്ങേ ഉള്ളൂ, പെർ യൂണിറ്റ് മാസ്, 1 കിലോഗ്രാമിനുള്ള വാല്യൂ. സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് ആർ പെർ യൂണിറ്റ് മാസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോഗ്രാം അല്ലെങ്കിൽ യൂണിറ്റ് മാസിനുള്ള എൻതാൽപ്പി ആണ് എന്ത്? സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എൻതാൽപ്പി ഫണ്ടമെന്റലി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? H is equal to U plus PV, അല്ലെ? സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോള്യൂം എനർജി ആണ് നമ്മൾ എൻതാൽപ്പി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. വെൻ എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ് മാസ് ഇറ്റ് ബിക്കംസ് സ്പെസിഫിക് എൻതാൽപ്പി. അതായത് ഇത് എല്ലാം എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റീസ് ആണ്, അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ സ്പെസിഫിക് വാല്യൂ അല്ലെങ്കിൽ പെർ യൂണിറ്റ് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? H is equal to എല്ലാ സ്മോൾ ലെറ്റർ ആയിട്ട് മാറും. ഓക്കെ, U plus PV. Specific enthalpy, specific internal energy, then pressure volume energy. V എന്ന് പറയുന്നത് specific volume. So dividing by mass, it removes the size or mass dependence, so it becomes independent of mass. അതായത് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ മാസ് ഡിപ്പെൻഡൻസി എന്താവും? റിമൂവ് ആവും. മാസ് ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് എന്ന് നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. It is the intensive property. So specific enthalpy is option A, intensive property of the system is the correct answer. Next question. Work is said to be. Work എന്ന് പറയുന്നത് ഏത് ടൈപ്പ് എനർജി ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈ ഗ്രേഡ് ആണോ ലോ ഗ്രേഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഹൈ ഗ്രേഡ് എനർജി, ലോ ഗ്രേഡ് എനർജി നോക്കാം. In thermodynamics, energy is classified as high grade and low grade energy depending on how easily it can be converted into useful work. അതായത് എനർജി നമ്മൾ ഹീറ്റ് എനർജിയെ നമ്മൾ ഹൈ ഗ്രേഡും ലോ ഗ്രേഡും ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഈസിലി ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഇപ്പൊ നമുക്കറിയാം വർക്ക് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. 100% conversion is possible in the case of work. For example പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ വർക്കിനെ നമ്മൾ എന്താണ്? ഹീറ്റ് ജനറേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും, അല്ലെ? മെഷീൻസിലെല്ലാം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പൊ അതെല്ലാം എന്താണ്? മെക്കാനിക്കൽ വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ആൻഡ് 100% കൺവേർഷൻ ഈസ് ഓൾസോ പോസിബിൾ. അപ്പൊ വർക്കിനെ നമുക്ക് മുഴുവനായിട്ട് ഹീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഹീറ്റ് ജനറേഷൻ ആണ്. അപ്പൊ എവിടെയെല്ലാം ഹീറ്റ് ജനറേഷൻ ഉണ്ടോ അവിടെയുള്ള കേസിലെല്ലാം തന്നെ നമുക്ക് വർക്ക് ടു ഹീറ്റ് കൺവേർഷൻ പോസിബിൾ ആണ്. അതേസമയം ഹീറ്റ് കനോട്ട് ബി ഫുള്ളി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ദാറ്റ് ഈസ് ബീൻ ഇമ്പോസ്ഡ് ബൈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ലിമിറ്റേഷൻസ് കാരണം എന്താണ്? ഹീറ്റിനെ നമുക്ക് മുഴുവനായിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ലോ ഗ്രേഡ് എനർജിയാണ്, വർക്ക് എന്ന് പറയുന്ന ഒരു ഹൈ ഗ്രേഡ് എനർജിയാണ്. കാരണം ഇവിടെ ഹീറ്റ് നമുക്ക് മുഴുവനായിട്ട് വർക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡ് ലോ പറയുന്നത് എന്താ? സം പോർഷൻ ഓഫ് ദ ഹീറ്റ് ഹാസ് ടു ബി റിജക്റ്റഡ്, അല്ലെ? നമ്മൾ ഒരു ഗിവൺ സോഴ്സ്, ഒരു ഗിവൺ സിങ്ക്, അതിനിടയ്ക്ക് നമുക്കൊരു എഞ്ചിൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ എഞ്ചിൻ ഈസ് accepting heat from a high temperature reservoir and here you have a low temperature reservoir. So engine is rejecting heat to a low temperature reservoir and it is producing an equal amount of work. അപ്പോൾ ഒരു എഞ്ചിൻ ഒരു സൈക്കിളിൽ വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? there should be a source, high temperature source, there should also be a low temperature sink. അതായത്
ഒരു അതായത് കൊടുക്കുന്ന ഹീറ്റ് ഇപ്പൊ ഇവിടെ Q1 എന്ന് പറയുന്ന ഹീറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സം ഹീറ്റ് ഹാസ് ടു ബി റിജക്റ്റഡ് ടു ദി ലോ ടെമ്പറേച്ചർ ബോഡി, അതാണ് പറയുന്നത്. അപ്പോ ഈ കൊടുക്കുന്ന അപ്പൊ കംപ്ലീറ്റ് കൺവേർഷൻ എന്തല്ല, ഈ കൊടുക്കുന്ന ഹീറ്റിനെ മുഴുവനായിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് സെക്കൻഡ് ലോന്റെ ലിമിറ്റേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റിനെ നമുക്ക് ലോ ഗ്രേഡ് എനർജി ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് വർക്ക് ഈസ് സെഡ് ടു ബി, വർക്ക് എന്താണ്, വർക്ക് ഈസ് എ ഹൈ ഗ്രേഡ് എനർജി. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COP ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ്, ഒരു ഹീറ്റ് പമ്പിന്റെ COP എന്താണ്, അതിന്റെ ഫോർമുല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് COP എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കാം. A refrigerator removes heat from a low temperature space while a heat pump supplies heat to a high temperature space. രണ്ടും ഒരേ സൈക്കിളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും നമ്മൾ രണ്ട് ഡിഫറെന്റ് റീജിയനിലാണ് നമ്മൾ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് റെഫ്രിജറേറ്റർ സൈക്കിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യും, ലോ ടെമ്പറേച്ചർ ബോഡിയിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യുക. കാരണം റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ടെമ്പറേച്ചർ ബിലോ ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ, അല്ലെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെക്കാട്ടി കുറവ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെഫ്രിജറേഷൻ. അപ്പൊ അവിടെ എന്താണ്, അറ്റൻഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ എ ലോ ടെമ്പറേച്ചർ ബോഡി. അതേസമയം അതേ സൈക്കിൾ തന്നെ നമ്മൾ ഒരു ഹീറ്റ് പമ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്താണ്, ഹീറ്റ് പമ്പ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ പർട്ടിക്കുലർ സ്പേസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ദാൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഏത് വഴിയാണ്, ഹീറ്റ് പമ്പ് വഴിയാണ്. സോ വി ആർ ഫോക്കസിങ് അവർ അറ്റൻഷൻ ഓൺ എ ഹൈ ടെമ്പറേച്ചർ ബോഡി. അപ്പോൾ രണ്ടിലും എന്താണ്, ലോ ടെമ്പറേച്ചർ ബോഡി ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ബോഡി ഉണ്ട്. പക്ഷെ ഒന്നിൽ നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതേസമയം ഹീറ്റ് പമ്പിൽ ഹൈ ടെമ്പറേച്ചർ ബോഡിയിലാണ് നമ്മൾ അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ. ബോത്ത് ഡിവൈസസ് വർക്ക് ഓൺ സെയിം സൈക്കിൾ ബട്ട് ദെയർ യൂസ്ഫുൾ എഫക്ട് ഡിഫർ. ഹീറ്റ് പമ്പിൽ എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. റെഫ്രിജറേറ്ററിൽ എന്താണ്, കൂളിംഗ് എഫക്റ്റ് ആണ്. ഇപ്പൊ COP നമ്മൾ എഞ്ചിനിലെല്ലാം എഫിഷ്യൻസി എന്ന് പറയുന്നത് പോലെ ഹീറ്റ് പമ്പിന്റെ ആണെങ്കിലും റെഫ്രിജറേറ്ററിന്റെ ആണെങ്കിലും നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ യൂസിങ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. സോ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഈസ് ഈക്വൽ ടു ദ ഡിസൈർഡ് എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. നമുക്കറിയാം റെഫ്രിജറേറ്ററിലാണെങ്കിലും ഹീറ്റ് പമ്പിലാണെങ്കിലും നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ. കംപ്രസറിലേക്കുള്ള വർക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വർക്കാണ്. നമുക്ക് കിട്ടുന്നതോ റെഫ്രിജറേറ്ററിലാണെങ്കിൽ കൂളിംഗ് എഫക്റ്റ്, ഹീറ്റ് പമ്പിലാണെങ്കിലോ ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പൊ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൽ കൂളിംഗ് എഫക്റ്റും അതാണ് QL. അതേപോലെ ഹീറ്റ് പമ്പിലാണെങ്കിൽ QH, എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ദ റൂം. ഇവിടെ എന്താണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദി റൂം അല്ലെങ്കിൽ സ്പേസ്. അതാണ് നമുക്ക് COP ആയിട്ട് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാം, ആ ഒരു ബേസിക് ആയിട്ടുള്ള സൈക്കിളിൽ എന്താണ്, QH ഈസ് ഈക്വൽ ടു QL പ്ലസ് W. എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ഹൈ ടെമ്പറേച്ചർ ബോഡി ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലോ ടെമ്പറേച്ചർ ബോഡി പ്ലസ് ദ എമൗണ്ട് ഓഫ് വർക്ക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വർക്ക് ഇൻപുട്ട് ടു ദ ബോഡി സിസ്റ്റം. അപ്പൊ ഇതിനെല്ലാം നമ്മൾ W വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, QH ബൈ W ഈസ് ഈക്വൽ ടു QL ബൈ W പ്ലസ് 1. സോ QH ബൈ W നമ്മൾ നേരത്തെ കണ്ടതാണ് COP ഓഫ് ഹീറ്റ് പമ്പ്. അതേപോലെ തന്നെ QL ബൈ W എന്താണ്, COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. സോ COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. ഇവിടെ ചോദിച്ചിട്ടുള്ളത് COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഓപ്ഷൻ C, COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1 is the correct answer. C ആണ് correct answer. Next question. Carnot cycle has, ഒരു കാർനോട്ട് സൈക്കിളിൽ എന്തൊക്കെ ടൈപ്പ് പ്രോസസ് ആണ് ഉള്ളത്? 2 റിവേഴ്സിബിൾ ഐസോതേർം അല്ലെങ്കിൽ 2 റിവേഴ്സിബിൾ അഡയബാറ്റിക്, അതല്ല ഇറിവേഴ്സിബിൾ ആണോ, അങ്ങനെ പല ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാർനോട്ട് സൈക്കിൾ ബേസിക്കലി എന്താണ് എന്നുള്ളത് നോക്കാം. കാർനോട്ട് സൈക്കിൾ is an ideal thermodynamic cycle that keeps maximum possible efficiency between two temperature limits. ഒരു 2 ടെമ്പറേച്ചർ ലിമിറ്റ്സിന് ഇടയ്ക്ക് മാക്സിമം പോസിബിൾ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള തെർമോഡൈനാമിക് സൈക്കിൾ ആണ് കാർനോട്ട് സൈക്കിൾ. പ്രാക്ടിക്കലി നമുക്ക് കാർനോട്ട് സൈക്കിളിലേക്ക് എത്താൻ പറ്റില്ല.
പക്ഷെ ഓരോരോ ഡിസൈനും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് കാർനോട്ട് സൈക്കിളിലേക്കാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഹാവിംഗ് മാക്സിമം എഫിഷ്യൻസി. അതൊരു തിയറിറ്റിക്കൽ ഐഡിയൽ സൈക്കിളാണ്. ഇറ്റ് ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ. ഇറ്റ് ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റിവേഴ്സിബിൾ സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് മാക്സിമം എഫിഷ്യൻസി തരുന്നത്. മാക്സിമം എഫിഷ്യൻസി ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ സിസ്റ്റം വർക്ക് ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ. അതുകൊണ്ട് തന്നെ കാർനോട്ട് സൈക്കിൾ മാക്സിമം എഫിഷ്യൻസി തരുന്നു അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി ഓഫർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, അതിലുള്ള എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ കാർനോട്ട് സൈക്കിളിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ് 4 പ്രോസസ്സാണുള്ളത്. ഒന്നാമത്തേത് ഐസോതെർമൽ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. എല്ലാം റിവേഴ്സിബിൾ ആയതുകൊണ്ട് ഓരോന്നും റിവേഴ്സിബിൾ എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ പ്രോസസ്സും എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഫസ്റ്റ് പ്രോസസ് ഈസ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ വേർ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് അബ്സോർപ്ഷൻ ആണ് ഒന്നാമത്തെ പ്രോസസ്സ്. രണ്ടാമത്തെ പ്രോസസ്സ് അഡേബാറ്റിക് എക്സ്പാൻഷൻ, റിവേഴ്സിബിൾ അഡേബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറയും. വേർ ദ ഗ്യാസ് ഈസ് ഡൂയിങ് വർക്ക് ആൻഡ് ദ ടെമ്പറേച്ചർ ഫോൾസ്. അഡേബാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ല. നോ ഹീറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം, നോ ഹീറ്റ് ഈസ് ഗെയിൻ ബൈ ദ സിസ്റ്റം. പെർഫെക്റ്റ്ലി എന്താണ്, അഡേബാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുമുണ്ട്, പുറമേ നിന്ന് നമുക്ക് ഹീറ്റ് ഒന്നും ഇൻപുട്ട് കിട്ടുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, സിസ്റ്റം ഈസ് ആക്ച്വലി ഡൂയിങ് വർക്ക് അറ്റ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഇറ്റ്സ് ഇന്റേണൽ എനർജി. അപ്പൊ ഇന്റേണൽ എനർജി കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, അവിടെ ഒരു ടെമ്പറേച്ചർ ഫോളും പ്രതീക്ഷിക്കാം. സോ ഗ്യാസ് ഈസ് ഡൂയിങ് വർക്ക് ആൻഡ് ടെമ്പറേച്ചർ ഓൾസോ ഫോൾസ്. ഇനി മൂന്നാമത്തെ പ്രോസസ് എന്താണ്, ഐസോതെർമൽ കംപ്രഷൻ, റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ വേർ ദ ഹീറ്റ് ഈസ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മൾ ആൾറെഡി ഹീറ്റ് അബ്സോർപ്ഷൻ ഉണ്ട്. ഹീറ്റ് അബ്സോർപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഒരു ഹീറ്റ് റിജക്ഷനും അവിടെ കാണും. ഹീറ്റ് ഈസ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഐസോതെർമൽ ആണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് എന്ത് ഹീറ്റ് റിജക്ട് ചെയ്യപ്പെടുന്നത്. നാലാമത്തേത് വീണ്ടും അഡേബാറ്റിക് കംപ്രഷൻ, റിവേഴ്സിബിൾ അഡേബാറ്റിക് കംപ്രഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ വേർ ദർ വോണ്ട് ബി എനി ഹീറ്റ് ട്രാൻസ്ഫർ, ടെമ്പറേച്ചർ റൈസസ് ബാക്ക്. അല്ലെ, ടെമ്പറേച്ചർ കൂടുന്നു, ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്ത് ബാക്ക് ടു നോർമൽ, ടെമ്പറേച്ചർ റൈസസ് ബാക്ക്. അപ്പോൾ നമുക്ക് 4 എണ്ണാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡേബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡേബാറ്റിക് കംപ്രഷൻ. ഇവിടെ നമ്മൾ എത്ര ഉണ്ട്, നമുക്ക് 2 അഡേബാറ്റിക്സും ഉണ്ട്, 2 ഐസോതെർംസും ഉണ്ട്. സോ ദ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 2 റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡേബാറ്റിക് പ്രോസസ്സസ്. ചോദ്യം ഇതാണ്, കാർനോട്ട് സൈക്കിൾ ഹാസ് ഓപ്ഷൻ എ 2 റിവേഴ്സിബിൾ ഐസോതെർംസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡേബാറ്റിക് is the correct answer. Last question. Entropy of an isolated system entropy of an isolated system can never decrease ആണോ increase ആണോ change ആണോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ് എൻട്രോപ്പി എന്നുള്ളതും അതുപോലെ തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എൻട്രോപ്പിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. According to second law of thermodynamics, entropy measures the degree of disorder of a system. ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് എല്ലാം മെഷർ ചെയ്യുന്നത് എൻട്രോപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ടാണ്. സെക്കൻഡ് ലോ എൻട്രോപ്പി മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. And for an isolated system, there won't be any heat transfer, there won't be any work transfer, and there won't be any mass transfer. Isolated എന്ന് പറയുമ്പോൾ it is completely isolated from the surrounding. So delta S greater than or is equal to 0. Delta S എന്ന് പറഞ്ഞാൽ എന്താ? Change of entropy greater than or equal to 0. Entropy can increase. In the case of irreversible process ആണെങ്കിൽ എന്താണ്? Entropy will always be increased. അല്ലെ, irreversible processൽ irreversibilities കൂടുതലായിരിക്കും. അല്ലെ, irreversibilities കൂടുതലാകുമ്പോൾ ഡിഗ്രി ഓഫ് റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ entropy will keeps on increasing. And it can also remain constant in the case of a reversible process. Reversible process എന്ന് പറഞ്ഞാൽ എന്താണ്? It is highly ordered process ആണ്. System is always at the initial stage. So system നമുക്ക് പ്രത്യേകിച്ച് റിവേഴ്സിബിൾ പ്രോസസ്സിൽ നടക്കുന്ന ഒരു ചേഞ്ചസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രോസസ്സും എന്താണ്? It is happening infinitesimally, so that at any point of time the system will always be at the initial stage. Initial stage ൽ നിന്ന്
ഫൈനൽ സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി 0 ആയിരിക്കും. അവിടെ there are no unbalanced force, no chemical reactions, അങ്ങനെ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ irreversibilities will be 0. സോ irreversibility 0 എന്ന് പറയുമ്പോൾ എന്താണ് ഡെൽറ്റ എസ് 0. ഡെൽറ്റ എസ് 0 എന്ന് പറയുമ്പോൾ എസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. എൻട്രോപ്പി ക്യാൻ ബി റിമൈനിങ് കോൺസ്റ്റന്റ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് എൻട്രോപ്പി ക്യാൻ നെവർ ഡിക്രീസ്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0നെ കാട്ടി കൂടുതൽ. അതല്ലാതെ എൻട്രോപ്പി ഒരിക്കലും 0യ്ക്ക് താഴെ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കി പോവാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ എൻട്രോപ്പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ചോദ്യം ഇതാണ്, എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ക്യാൻ നെവർ ഡിക്രീസ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരിക്കലും ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ത് ചെയ്യില്ല? ഡിക്രീസ് ചെയ്ത് പോവില്ല. It can increase or it can equal to 0. It can be a constant or it can increase. It can never decrease. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.